സംസ്ഥാനത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന രണ്ടാമത്തെ സ്ത്രീ ഗ്രീഷ്മ. തൂക്കുകയർ കാത്ത് ജയിലിലുള്ളത് 40 പേർ. കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പാക്കിയത് 34 കൊല്ലം മുമ്പ് 1991 കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. 14 പേരെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ റിപ്പർ ചന്ദ്രനെയാണ് അന്ന് തൂക്കിക്കൊന്നത്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അവസാനം തൂക്കിലേറ്റിയത് 1974ലാണ്. കളിക്കാവിള സ്വദേശി അഴകേഷിനെയാണ് അന്ന് മരണശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. സംസ്ഥാനത്ത് 2 ജയിലുകളിലാണ് കഴുമരമുള്ളത്. തിരുവനന്തപുരം പൂജപ്പുരയിലും കണ്ണൂർ സെൻട്രൽ ജയിലിലും. ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയടക്കം സംസ്ഥാനത്ത് ആകെ 40 പ്രതികളാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലുള്ളത്. ഇതിൽ 2 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഗ്രീഷ്മയും വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിലെ പ്രതി റഫീഖ ബീബിയും. റഫീഖ ബീബിക്കും മകനും വധശിക്ഷ വിധിച്ച നെയ്യാറ്റിൻകര കോടതി ജഡ്ജി AM ബഷീർ തന്നെയാണ് ഗ്രീഷ്മയുടെ വധശിക്ഷയും വിധിച്ചിട്ടുള്ളത്. കൊല്ലം വിധുകുമാരൻ തമ്പി വധക്കേസിലെ പ്രതി തമ്പിയുടെ ഭാര്യ ബിനിതകുമാരിയെയും കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. എന്നാൽ മേൽക്കോടതി വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു. മോഷണത്തിനായി ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി തട്ടിന് പുറത്ത് ഉപേക്ഷിച്ച കേസിലെ 1-ാം പ്രതിയാണ് റഫീഖ ബീബി. ഈ കേസിൽ റഫീഖ ബീബി, മകൻ ഷെഫീഖ്, റഫീഖയുടെ സുഹൃത്ത് അല്ലമീൻ എന്നിവരെയാണ് കോടതി മരണശിക്ഷയ്ക്ക് വിധിച്ചത്. ഒരു കേസിൽ എല്ലാ പ്രതികൾക്കും വധശിക്ഷ ലഭിച്ച ഏക കേസാണിത്. അതേസമയം കേരളത്തിൽ വധശിക്ഷ ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതി കൂടിയായി ഗ്രീഷ്മ മാറി. പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ലെന്നും പ്രകോപനമില്ലാതെയുള്ള കൊലപാതകമാണിതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. വിചാരണ കോടതി വധശിക്ഷ വിധിക്കുന്ന കേസുകളിൽ മേൽക്കോടതികളിൽ നൽകുന്ന അപ്പീലുകളിൽ ശിക്ഷ ഇളവ് നൽകുന്ന പതിവുണ്ട്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും വധശിക്ഷ ശരിവെച്ചാൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകാനാകും. 2020 മാർച്ച് മാസത്തിൽ ഡൽഹി നിർഭയ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളായ മുകേഷ്, അക്ഷയ് കുമാർ സിംഗ്, വിനയ് ശർമ്മ, പവൻകുമാർ എന്നിവരെ തൂക്കിലേറ്റിയതാണ് രാജ്യത്ത് ഒടുവിൽ നടപ്പാക്കിയ വധശിക്ഷ.